ഹായ് മച്ചന്മാരെ, ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 13, 2024. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് ഒരു ചെറിയ റിവ്യൂ വ്ളോഗ് അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് വ്ളോഗാണ്. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് വ്ളോഗ് എന്തിൻ്റെയാണെന്ന് വേണ്ടേ? എന്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന എൻ്റെ ചെവിയിലിരിക്കുന്ന റിയൽമി T300 TWS ഇയർബഡ്സിനെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് എന്ന് പറയാനായിട്ടാണ് ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം കഴിഞ്ഞ ദിവസം ഒരു ഓഗസ്റ്റ് 11 ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിന് ഇങ്ങ് വന്നു. അവർ നേരെ ജനലിൽ നിന്ന് ദിവാൻ കോട്ടിലോട്ട് അകത്തോട്ട് ഇട്ടു. ഞാൻ OTP ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ അങ്ങനെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് പോയി. അപ്പോൾ അഥവാ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യാം, റിട്ടേൺ ചെയ്തിട്ട് റീഫണ്ട് കിട്ടും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെ ഇടിച്ചു. അപ്പോൾ ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ്. അപ്പോൾ ഇതാണ് ആ കാണുന്ന ഇതിൻ്റെ ചാർജിങ് കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതൽ സമയം ഈ ഒരു ചാർജിങ് കവറിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാനിപ്പോൾ പുറത്തെടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഐറ്റമാണ് ഇങ്ങനത്തെ ഒരു ചാർജിങ് കേബിൾ. ഈ ഒരു ചാർജിങ് കേബിൾ മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലാതെ അഡാപ്റ്റർ നമ്മളുടെ ഫോണിൻ്റെ അഡാപ്റ്റർ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറഞ്ഞത് വളരെ മിനിമലാണ്. പക്ഷേ ഇതിന് അവർ ക്ലെയിം ചെയ്ത പ്രകാരം 40 hours പ്ലേ ബാക്ക് കിട്ടേണ്ടതാണ്. അതെനിക്കിതുവരെ പരീക്ഷിക്കാനുള്ള സമയം കിട്ടിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസമായി. ഞാൻ ചാർജ് ചെയ്തത് ഓഗസ്റ്റ് 11 അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മാസ്ത്ര മൂവി കണ്ടു. ബ്രഹ്മാസ്ത്ര പാർട്ട് 1 ശിവ ഇറങ്ങിയിട്ട് കുറേ കാലമായി, എങ്കിലും ഇപ്പോഴാണ് അതൊന്ന് കാണാൻ പറ്റിയത്. എൻ്റെ ഒരു ടൈപ്പ് മൂവിയൊക്കെയാണ്. പിന്നെ ഇനി അടുത്തതായിട്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഇതിന് 360 ഡിഗ്രി സറൗണ്ട് സിസ്റ്റം ഓഡിയോ ഉണ്ട് എന്നവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പരീക്ഷിച്ചിട്ടുമുണ്ട്. അതായത് യൂട്യൂബിനകത്ത് കുറേ 3D ഓഡിയോ 8D ഓഡിയോ എന്നൊക്കെ പറഞ്ഞ കുറേ വീഡിയോസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഓരോ ഡയറക്ഷനിൽ നിന്നും സൗണ്ട് വരുന്നതായിട്ട് അവരെങ്ങനെയാണോ ഉദ്ദേശിച്ചത് 3D ഓഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തത് അതേ രീതിയിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാസ് ബൂസ്റ്റ് ഉണ്ട്. അടുത്തതായിട്ട് ഇത് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഒരു 30 ഡെസിബൽ ഓളം നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. 30 ഡെസിബലോളം നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുമ്പം ഇത് ജസ്റ്റ് ഇതിനൊരു ടച്ച് സെൻസറുണ്ട്. അപ്പോൾ ആ ടച്ച് സെൻസറിൽ ഒരു 2 സെക്കൻഡ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ആവും, അല്ലെങ്കിൽ ഇനാക്ടിവേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെ ആക്ടിവേറ്റഡ് ആയിക്കഴിഞ്ഞാൽ, നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മയൊക്കെ തൊട്ടടുത്ത് നിന്ന് നിങ്ങളെ എത്ര ചീത്ത വിളിച്ചാലും നിങ്ങളറിയില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അമ്മ നിങ്ങളെ വഴക്ക് പറയുകയാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഏതായാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ചുറ്റും നടക്കുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അത് ഒരു നെഗറ്റീവ് കാര്യം കൂടാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ചുറ്റിനുള്ളതൊന്നും അറിയത്തില്ല എന്നതാണ് മെയിൻ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടവരാണെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ ഇനാക്ടിവേറ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. പിന്നെ അടുത്തതായിട്ട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാസ് ബൂസ്റ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്ന പാക്കറ്റ്, ഈ ഒരു പാക്കറ്റിനകത്ത് ഈ ഇയർഫോണിൻ്റെ നമ്മൾ ചെവി വെക്കാൻ നേരത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന 3 ഹെഡ്സ് ഉണ്ട്. സ്മോൾ, മീഡിയം, ലാർജ്. ഇപ്പോൾ എൻ്റെ ചെവിയിൽ കയറുന്നത് മീഡിയം ആയതുകൊണ്ട്, അതിൻ്റെ ഓൾറെഡി അവർ പാക്ക് ചെയ്ത് വെച്ചേക്കുമ്പോൾ തന്നെ മീഡിയം ആയതുകൊണ്ട് അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇയർബഡ് എനിക്ക് എൻ്റെ ചേട്ടനാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഇത് വാങ്ങിക്കാനുണ്ടായിരുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകണം. അപ്പോൾ ചെടിയെപ്പറ്റി പറയുവാണെങ്കിൽ, ചെടിക്ക് മ്യൂസിക് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ, എനിക്ക് പാടാനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ പാട്ടൊക്കെ പാടിയിട്ടായിരിക്കും ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്. പക്ഷേ ഫോണും കൊണ്ട് എപ്പോഴും പോകാൻ പറ്റത്തില്ല. ഫോണിലായിരിക്കുമല്ലോ നമ്മൾ കൂടുതലും പാട്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പൗച്ചും ഇല്ല. എങ്കിൽ പിന്നെ ഒരു ബ്ലൂടൂത്ത് ഇയർബഡ് ഉള്ളപ്പം അപ്പോൾ ബ്ലൂടൂത്തിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഇതിന് 5.3V ബ്ലൂടൂത്ത് ആണ് ഉള്ളത്. അപ്പോൾ 5.0, 5.1, 5.2, 5.3 അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ പോകുമ്പം ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത്, അതായത് 5.3 വരുമ്പം വളരെ സ്പീഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആയിരിക്കും. അതായത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുവാണെങ്കിലും നമ്മൾ ഇതിനകത്ത് ഫോണിനകത്തോ എവിടെ നിന്നെങ്കിലും വീഡിയോ കണ്ടുകൊണ്ട് ഓഡിയോ ആയിട്ട് ലാഗ് ഇല്ലാത്ത രീതിയിലായിരിക്കും സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഒരുപാട് മ്യൂസിക് വീഡിയോസൊക്കെ ഇടുന്ന ഒരാൾ എന്ന നിലയ്ക്കും കൂടി ഓഡിയോ കണക്ടിവിറ്റി ആ ഒരു രീതിക്ക് കിട്ടുന്നത് വളരെ നല്ല അനിവാര്യമായിട്ടുള്ളൊരു കാര്യം കൂടാണ്. അപ്പോൾ
ഹൈ സ്പീഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് 5.3V. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഇയർബഡ് എന്ന് പറഞ്ഞ സാധനം എന്നെ സംബന്ധിച്ച് പേഴ്സണലി അത്ര വലുതായിട്ട് ഉപയോഗിക്കാറില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയർ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വലുതായിട്ട് ഉപയോഗിക്കാറില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇറ്റ്സ് ബേസ്ഡ് ഓൺ സയൻസ്. കാരണം ഇയർഫോണൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതും വലിയ ഹൈ ഫ്രീക്വൻസിയിൽ ഹൈ വോളിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിമ്പാനത്തിനൊക്കെ കേടുവരും. അതുപോലെ ഇത് ഇങ്ങനത്തെ ഒരു ഐറ്റം എടുത്ത് ചെവിയിൽ തന്നെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ എക്സെട്ര വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇയർഫോണിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാരായാലും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒഴിവാക്കാൻ പറ്റാത്ത, അതായത് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ട എന്ന സാഹചര്യത്തിൽ മാത്രം ഇയർഫോൺസൊക്കെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ നേരത്ത് കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടും സ്പീക്കറും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടും ഇത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ മതിലുകൾ ഇല്ലാതെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആളുകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പാട്ട് പാടുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടാവും. ഇനി അവർക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണോ പാട്ട് പാടുന്നത്, അവർ പറയുന്നത് എന്തെങ്കിലും കേൾക്കാനായിട്ടാണോ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും സാധാരണയിൽ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ, ചെടിക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനും കൂടെ ആയിട്ട് എന്നെ പാട്ട് പാടാൻ പ്രേരിപ്പിക്കാനായിട്ട് ഒരു വളരെ പ്രചോദനമായിരിക്കും ഈ ഒരു ഇയർഫോൺ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇയർഫോൺ വാങ്ങിച്ചു വയ്ക്കുന്നത്. പിന്നെ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തൊരു വ്ലോഗിലിടാം. അപ്പം ഇത്രയാണ് എൻ്റെ റിയൽമി ഇയർബഡ്സ് T300ൻ്റെ എക്സ്പീരിയൻസ്.